വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഡിയോസ് അമീഗോ സിനിമ കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഡയറക്ടർ നഹാസ് നാസർ, റൈറ്റർ അജി പീറ്റർ, മ്യൂസിക് ഗോപി സുന്ദർ, സിനിമാറ്റോഗ്രാഫി ജിംഷി ഖാലിദ്, അതേപോലെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ. ഈ സിനിമയിലെ ആക്ടേഴ്സ് ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട്, ഗണപതി, അൽതാഫ് സലീം, ഷൈൻ ടോം ചാക്കോ, വിനീത് തട്ടിൽ, പിന്നെ അനിക. പിന്നെ ഇവരെ കൂടാതെ മറ്റ് ചില ആക്ടേഴ്സും ഉണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലിൽ ശരിയായിട്ടുള്ള റിവ്യൂ ആണ് ഞങ്ങൾ ചെയ്യുക. കാരണം എന്താണോ ഞങ്ങൾക്ക് തോന്നുന്നത് അത് തന്നെ പറയുള്ളൂ. അത് നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന അഭിപ്രായം തന്നെ പറയും. അല്ല അതിലെന്തെങ്കിലും മോശമുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അത് പറയുക തന്നെ ചെയ്യും. അപ്പം ഞങ്ങളുടെ സ്വന്തം അഭിപ്രായം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ആകും. അതുവഴി ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ സിനിമയിൽ സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുതി വരുന്നൊരു കാര്യമാണ്, പുകവലിയും മദ്യപാനവും ശരീരത്തിന് ഹാനികരമാണ്. എനിക്കിത് പറയാതെ തുടങ്ങാൻ വയ്യ. കാരണം ഈ സിനിമയിലുടനീളം ഇവരും കഥാപാത്രങ്ങളാണ്. കാരണം ഈ സ്ക്രിപ്റ്റും കഥയും എഴുതുമ്പോൾ പുകവലിയും മദ്യപാനത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഈ കഥ എന്തായാലും എഴുതാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ സിനിമയിലെ 2 ക്യാരക്ടേഴ്സാണ്. ഇനി ഓരോരുത്തരുടെ അഭിനയത്തെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ ആസിഫ് അലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഈ സിനിമ ആസിഫ് അലിക്ക് ലഭിച്ചതിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയിൽ ആസിഫ് അലി പറയുന്നത് പോലെ ഹാപ്പി അല്ലേ ചോദിക്കും. ആസിഫ് അലി ഈ വേഷം ചെയ്തതിലും അദ്ദേഹത്തിന് ഈ വേഷം ലഭിച്ചതിലും ഞാൻ ഹാപ്പിയാണ്. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ഫ്രെയിമുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഊർജം എന്ന് പറയുന്നത് ആസിഫിൻ്റെ അഭിനയം തന്നെയാണ്. അതിന് ആസിഫിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹം നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ഒരു വേറിട്ട ക്യാരക്ടറാണ്, അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾ ആസിഫ് തന്നെ എന്നാണ്. അതേപോലെ ആസിഫിൻ്റെ സുഹൃത്തായി വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ എപ്പോഴും ഒരു വിഷമം നിറഞ്ഞ ഒരാളുടെ ഒരു വേഷമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് സുരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എപ്പോഴും വിഷമതകളിലൂടെ ജീവിക്കുന്നു, മറ്റേയാളാകട്ടെ എപ്പോഴും ഫുൾ ഹാപ്പിയാണ്. ഒന്നിനും അയാൾക്ക് കുറവില്ല, പണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സുഖസൗകര്യങ്ങൾക്കോ ഒന്നിനും തന്നെ കുറവില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ചേരുമ്പോൾ അവസാനം എന്താകുന്നു എന്നുള്ളതാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമയിൽ കുറച്ച് നേരത്തേക്ക് ഷൈൻ ടോം ചാക്കോ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഷൈനിൻ്റെ വേഷം അദ്ദേഹം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാധാരണ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ഗംഭീര സംസാരമൊക്കെ, അതൊക്കെ ഈ സിനിമയിൽ കാണാം. അതേപോലെ വിനീത് തട്ടിൽ ഈ സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ വിനീത് തട്ടിൽ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിലൂടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുറേ ക്യാരക്ടറുകളെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഫോൺ കോളിലൂടെ മാത്രം അവരുടെ വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അവർ നേരിട്ട് വരേണ്ട യാതൊരു ആവശ്യം ഈ സിനിമയിൽ ഇല്ല. കാരണം ഇതിൻ്റെ കഥയും തിരക്കഥയും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ കോളിലൂടെ ആണെങ്കിലും അവരൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു ഹീറോയിൻ എന്ന് പറയാൻ ഒരാളില്ല. അങ്ങനെയുള്ള ഹീറോയിനും ഫോണിലൂടെ വോയിസായിട്ട് കേൾക്കുന്നുള്ളൂ, അതും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഹീറോയിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഉള്ളത് അനികയുടെ ഒരു ക്യാരക്ടറാണ്. അത് ഹീറോയിനാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ഒരു ഹീറോയിൻ്റെ പോലെയുള്ള ഒരു വേഷമാണ്. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അൽതാഫ് സലീമിന് കുറച്ച് നേരമാണ് വന്നു പോകുന്നത്, എന്നാലും അങ്ങേർക്കും കുറച്ച് കോമഡിയുള്ള ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ സമൂഹത്തിന് നൽകുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര വിഷമതകളുള്ള ആളുകളാണെങ്കിലും നമ്മൾ എപ്പോഴും അതേ ചിന്തിച്ചിരിക്കാതെ എപ്പോഴും ഹാപ്പിയായി ഇരിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഒരു ദിവസം ദൈവം ഒരു ആൾ രൂപത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാനായിട്ട് മുന്നിലെത്തും എന്ന് ഈ സിനിമ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സിനിമയുടെ റൈറ്റർ അജി പീറ്റർ ഒരു കഥ എഴുതി അതിന് തിരക്കഥയൊക്കെ റെഡിയാക്കി അത് നഹാസ് നാസറിന് കൊടുത്തു, ഡയറക്ടറിന്. അപ്പോൾ ഡയറക്ടർ അതൊന്ന് രൂപപ്പെടുത്തിയതിന് ശേഷം അത് അഭിനയിക്കാനായിട്ട് ആസിഫിനെയും സുരാജിനെയും ക്ഷണിച്ചു.
അവർ രണ്ടുപേരും ഡയറക്ടറും റൈറ്ററും എന്താണോ ആ കഥ എഴുതി ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനേക്കാൾ ഒരു പടി മേലെ തന്നെ തകർത്ത് അഭിനയിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു, അതേപോലെ പ്രേക്ഷകരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. അതാണ് അഡിയോസ് അമീഗോ സിനിമ. പിന്നെ ഈ സിനിമയിൽ വലിയ BGM, മ്യൂസിക്, അതേപോലെ ആക്ഷൻ രംഗങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ സിനിമയിൽ അതൊന്നും ഉൾപ്പെടുത്താനാവില്ല. തിരക്കഥയും കഥയും ആ രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഈ രീതിയിലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ബോറടിയൊന്നും ഇല്ലാതെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയിലെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പുകവലിയും മദ്യപാനവും ഈ സിനിമയിൽ ആദ്യം മുതൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം തൻ്റെ സുഹൃത്തിനോട് നിങ്ങൾ ഇതുപോലെ മദ്യപിക്കരുത്, എപ്പോഴെങ്കിലുമൊക്കെ ആകാം എന്നാലും കുഴപ്പമില്ല, ഇതുപോലെ മദ്യപിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, നിങ്ങൾ ഇതുപോലെ ഇനി മദ്യപിക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തരണം എന്ന രീതിയിൽ ഈ സിനിമ എടുക്കേണ്ടതായിരുന്നു. കാരണം ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ വെള്ളമൊന്നും ചേർക്കാതെ കുപ്പി തുറന്നിട്ട് അങ്ങനെ കുടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആൾ തട്ടിപ്പോവും. ഞാൻ മദ്യപിക്കുന്ന ആളൊന്നും അല്ല, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ കാണിക്കുന്നത് നോക്കുമ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് ഈ രീതിയിൽ കുടിക്കുന്ന ആളാണെങ്കിൽ തട്ടിപ്പോകുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഇങ്ങനെ മദ്യപിക്കരുത് എന്ന രീതിയിൽ ആ ക്യാരക്ടർ മാറുന്നതായിട്ട് കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും ആസ്വദിച്ച് തന്നെ കണ്ടിരിക്കാൻ പറ്റും. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആസിഫ് അലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ വേറിട്ട അഭിനയം, അതേപോലെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആ കഥാപാത്രം, അതിനെ അങ്ങനെ മിനുക്കി എടുത്തിട്ടുണ്ട്. ആ കഥാപാത്രമായി തന്നെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആസിഫിന് ലഭിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറും അത് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും കാരണം ഇങ്ങനെ ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കാതെ ഒരാൾ പോലും തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വ്യത്യസ്ത കഥകൾ, അതേപോലെ വ്യത്യസ്ത ക്യാരക്ടറുകളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ആസിഫും സുരാജും കൂടി അഡിയോസ് അമീഗോ ഗംഭീരമാക്കി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.